പുഴക്കരക്കാവ് ദേവീക്ഷേത്രം വളരെ പുരാതനമായിട്ടും പണ്ട് ഈ പ്രദേശം തന്നെ കാട് പിടിച്ച് കിടക്കുന്നതായിട്ടും ആയിരുന്നു. പിന്നെ അത് വെട്ടിത്തെളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു വിഗ്രഹം, അത് സ്വയംഭൂ സാന്നിധ്യത്തിലുള്ള വിഗ്രഹം എന്നാണ് പറയുന്നത്. സ്വയംഭൂ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ, ഞാനിവിടെ 25 വർഷമായിട്ട് ജ്യോതിഷമായിട്ടിരിക്കുന്ന ഒരാളാണ്. ഗോപാലൻ വാദ്യാർ എന്നാണ് പേര്. ഇവിടെ ശരിക്കും ഭദ്രകാളി സാന്നിധ്യമാണ്. പക്ഷേ 3 സ്വരൂപത്തിലാണ് ഇവിടെ പൂജ കഴിക്കുന്നത്. ഭുവനേശ്വരി, ദുർഗ, ഭദ്ര എന്നീ സങ്കല്പത്തിലാണ് പൂജ കഴിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭദ്രകാളിയുടെ അനുഭവത്തിലാണ് നമ്മുടെ അനുഭവം കൊണ്ട് പറയുന്നത്. ഭഗവതി പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിട്ട് വരികയും ഇത്രയും വർഷം കൊണ്ട് എനിക്ക് നേരിട്ട് ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ വരുന്നൊരു കണ്ടീഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ അങ്ങനെയാണ്. കരകാലമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്ത് എപ്പോഴും ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ദേവാലയമാണ്. പുഴക്കരകാലമ്മയുടെ പവർ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. അത് അനുഭവം ഉള്ളവർക്കാണത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. പുഴക്കരകാലമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ കൊടുങ്ങല്ലൂരമ്മയെക്കാളും പവർ കൂടുതലുണ്ടെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ കാണുന്നത്. കൊടുങ്ങല്ലൂരമ്മയെക്കാളും പവർ എന്ന് വെച്ചാൽ സ്വയംഭുവാണ്. മറ്റേ കൊടുങ്ങല്ലൂർ പ്രതിഷ്ഠയാണ്, ഇത് സ്വയംഭൂ സാന്നിധ്യമില്ല. കൊടുങ്ങല്ലൂരമ്മയെക്കാളും പവറുള്ളൊരു ദേവിയായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ. 25 വർഷമായിട്ട് ഞാനിവിടെ ദിവസവും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ക്ഷേത്ര സന്നിധി